ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇന്ന് ചർച്ചാ വിഷയം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥയാണ് അല്ലേ. അപ്പൊ അതിൽ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ റിമാൻഡിലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചു. അങ്ങനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകിയിരിക്കുകയാണ് രാഹുലിനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ ഒരു കേസിൽ രാഹുൽ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ പരാതി കൊടുത്ത അതിജീവത അവരൊരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാനെന്ന് പറഞ്ഞിട്ടാണ് രാഹുലിനെ കാണാൻ പോകുന്നത്. രാഹുലിനെ കാണാൻ പോയപ്പോൾ റൂം എടുത്തത് ഇവര് തന്നെയാണ്, ഈ അതിജീവത തന്നെയാണ് റൂം എടുത്തതും അങ്ങോട്ടേക്ക് രാഹുലിനെ വിളിച്ചു വരുത്തിയതും എല്ലാം. അവർ ഇഷ്ടത്തോടു കൂടിയാണ് അവരുടെ ആ ഒരു ബന്ധം തുടർന്നതെന്നാണ് നമുക്കിപ്പൊ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം 2024 നടന്ന ഒരു കാര്യം ഇപ്പോഴാണ് അവർ പരാതിയായിട്ട് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, ഇതൊരു കെട്ടിച്ചമച്ചൊരു കഥയാണെന്നുള്ളതും ഈ ഒരു കേസിൽ അത്ര വലിയ കഴമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ഒരുപാട് സ്ത്രീകൾ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഒരു വീട്ടമ്മയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ. ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് വിട്ടു. ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിലും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം. അതെന്തായി? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ. ഒരു പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. നമ്മൾ ആ ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല. MLA എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇത് വെച്ച് കളിക്കല്ലേ? ഇതൊരു പ്രധാന വാർത്തയല്ലേ? രാത്രി പോലീസ് കാടളയ്ക്ക് വളരെ അതീവ രഹസ്യമായ ഒരു MLA പിടിച്ച് അകത്തിടുമ്പോൾ ഈ സ്ത്രീകൾ മൊത്തം ഒരാളും കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത. ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ്, വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമൺ സ്റ്റേജിലായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിന് ഉടനെ റിയാക്ട് ചെയ്യാൻ? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും. സത്യം പറയാ, പുരുഷന്മാര്, ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ, പുരുഷന്മാര് പേടിക്കേണ്ട സമയങ്ങളാ. ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, ആരും കുഞ്ഞുമുണ്ട്. നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പീഡനം. നോക്കിയെന്നും പറഞ്ഞ് കേസ്. അപ്പൊ ഞാൻ ശ്രീ അനീഷയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ കാര്യമൊക്കെ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് എന്താ പറയാന്? ഭർത്താവ് ഇവളുമാര് പെടത്തിയെന്ന് തന്നെ പറയത്തുള്ളൂ. ഭർത്താവ് എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? എന്റെ ഭർത്താവ് ഡ്രൈവറാ. അപ്പൊ അവരൊക്കെ ആരും ഇതിനെ പിന്താങ്ങുന്നില്ല. ഈ സ്ത്രീകള് ഈ പീഡനം
എന്ന് പറഞ്ഞു. ഇത് പീഡനമാണ്. അതുപോലെ തന്നെ അതിജീവിതം. നിങ്ങൾ എല്ലാത്തിലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ. ഇവിടെ ഇവര് പരാതിക്കാരിയാ. ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ. ഇതിവിടെ അതിജീവിതം എവിടെയാ ഉണ്ടാകുന്നത്? ഇവര് പറഞ്ഞ ഒന്ന് അതിജീവിതം. നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ? ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ്, എത്രയോ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു. അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ല. അപ്പൊ ഈ ഒരു വീട്ടമ്മയുടെ പ്രതികരണം കേട്ടില്ലേ? അവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളല്ലേ? ഇവിടെ ഈ പറയുന്ന അതിജീവിതയെ എന്താ പറയാ, തട്ടിക്കൊണ്ടുപോയി ബലാത്കാരമായി അവരെ പീഡിപ്പിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല. അവരുടെ ഇഷ്ടപ്രകാരം അവര് തന്നെ റൂം എടുക്കുന്നു, രാഹുലിനെ വിളിച്ചു വരുത്തുന്നു, എന്നിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഇപ്പോൾ ഒരു ബലാത്സംഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതിന്റെ സത്യം പുറത്ത് വരട്ടെ. കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഇത് കെട്ടിച്ചമച്ചുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്കത് അറിയണം. ആരുടെയൊക്കെയോ എന്തൊക്കെയോ കള്ളങ്ങൾ മറയ്ക്കാനും കൊള്ളകൾ മറയ്ക്കാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. സ്വന്തം ഭർത്താവിരിക്കെ ഇനി അവർ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, അപ്പം ഈ അതിജീവിതം എന്ന പുതിയ പരാതിക്കാരി ചെയ്തു കൂട്ടിയത് എന്താണ്? അത് അവിഹിതമല്ലേ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെണ്ടിത്തട്ട് പറ്റി ആരും സംസാരിക്കാത്തത്? അത് ആർക്കൊരു പ്രശ്നമല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഹോട്ടൽ മുറിയിലൊക്കെ പോയി ഇരുന്നിട്ടാണോ കുടുംബ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെല്ലാം പരാതിയും പരിഭവവും പറയാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടുന്നത്? അവിടെയാണോ കുടുംബ കോടതിയും അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ മാങ്കൂട്ടം ഇനി വല്ല കൌൺസിലിംഗ് സെന്ററും നടത്തുന്നുണ്ടോ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ 3 മണിക്കൂർ നിർബന്ധിച്ച് 3 മണിക്കൂർ പീഡിപ്പിച്ച മാങ്കൂട്ടം, പിതൃത്വം നിഷേധിച്ച മാങ്കൂട്ടം, മുഖത്ത് തുപ്പിയ മാങ്കൂട്ടം, ഇങ്ങനെ ഒരാൾക്ക് പിന്നീട് സമ്മാനങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത ഈ ചേച്ചിയെ നമ്മൾ കാണാതെ പോകരുത്, പരിഗണിക്കാതെ പോകരുത്. അപ്പൊ തന്നെ നെല്ല് പുഴുങ്ങി കുത്തിയുണ്ടാക്കുന്ന അരി വേവിച്ച് കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവില്ലേ? മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? ഇപ്പൊ എന്നെ ആരെങ്കിലും സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് ഞാനെങ്ങാനും ഗർഭം ധരിച്ചു പോയാല് എന്റെ പൊന്നെ, ഞാൻ പിന്നെ ആ പരിസരത്തോലും പോയില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മറ്റേ എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടിയെ പോലെ കിടന്ന് പിടയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കിടന്ന് കാണിക്കുന്ന വ്യഗ്രത എല്ലാ കാര്യത്തിലും കാണിച്ചിരുന്നെങ്കിലും നമ്മളെ കേരളം എന്നേ നന്നായി പോയേനെ. ഈ ന്യൂസ് ചാനലിലെ മൊട്ടാറിന് ഇന്നലെ ഇരുന്നിട്ടൊരു ചാർട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത്ര ഗർഭം, ഇത്ര പീഡനം, ഇത്ര അബോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത്?